ഒരു വർഷം ആയിരക്കണക്കിന് ആളുകളാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം വിസിറ്റ് ചെയ്യാൻ വരുന്നത്. ഞാൻ തന്നെ ഈ വർഷം മൂന്നാമത്തെ തവണയാണ്. മൺസൂൺ സമയം ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്താണ് ഏറ്റവും അധികം സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. നയാഗ്ര ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ വെള്ളച്ചാട്ടത്തിന് 80 അടിയോളം ഉയരമുണ്ട്. തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടങ്ങൾ വാഴച്ചാൽ വെള്ളച്ചാട്ടവും ചാർപ്പ വെള്ളച്ചാട്ടവുമാണ്. ഇങ്ങോട്ട് വരുന്ന സഞ്ചാരികൾക്ക് പെരിങ്ങൽകുത്തും തുമ്പൂർമുഴി ഡാമും ഒക്കെ യാത്രാമാർഗം കണ്ടുപോരാവുന്നതാണ്. ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ചാലക്കുടി പുഴയിലാണ്. കൂടാതെ ഈ പുഴ ആരംഭിക്കുന്നത് വെസ്റ്റേൺ ഗട്ട്സിലെ ആനമലയിൽ നിന്നാണ്. കേരളത്തിലെ തന്നെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ ഇവിടേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറ കയറി കാനനപാതയിലൂടെ മലക്കപ്പാറ ആതിരപ്പള്ളി റൂട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ വന്യജീവികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വഴിയിലാണ് ഷോളയാർ ഡാമും വാഴച്ചാൽ ഫോറസ്റ്റ് ഗാർഡനും. ഇവിടുത്തെ മിക്ക സ്റ്റാഫുകളും ഗൈഡുകളും ഈ കാടിനോടനുബന്ധിച്ച ട്രൈബൽ വില്ലേജിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിന്റെ മേൽനോട്ടത്തിലുള്ള പാക്കേജ് ട്രക്കിംഗ് സേവനങ്ങളിലൂടെ ഇതിനോടനുബന്ധിച്ചുള്ള കാടിന്റെ വന്യമായ ഭംഗിയും വന്യമൃഗങ്ങളെയും കൃത്യമായി കാണാൻ സാധിക്കും. ഈ വർഷം തന്നെ ഞാൻ പലവട്ടം ഇവിടെ വന്നെങ്കിലും ഓരോ തവണ വന്നപ്പോഴും ഈ വെള്ളച്ചാട്ടത്തിന്റെ മട്ടും ഭാവവും വ്യത്യസ്തമായിരുന്നു. ഒരുപാട് വെള്ളമുള്ള സമയത്ത് താഴെ ഇറങ്ങിയാലും വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നാൽ വെള്ളം കുറഞ്ഞ സമയത്ത് ഇതിനടുത്തേക്ക് പോകാനും അതിന്റെ വന്യമായ ഭംഗി ആസ്വദിക്കാനും സാധിക്കും. വർഷാവർഷം സിനിമകളിൽ ഇടം പിടിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിന് പുറത്തു നിന്നാണ് കൂടുതൽ സഞ്ചാരികളും ഇവിടെ എത്തുന്നത്. എത്ര കണ്ടാലും മതി വരില്ലാത്തത് കൊണ്ട് തന്നെ പലരും ഒന്നിലേറെ തവണ ഇവിടെ എത്താറുമുണ്ട്. വെള്ളച്ചാട്ടത്തിന് താഴെയും മുകളിലുമായി അനേകം ലൈഫ് ഗാർഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ സേഫായ ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് നമുക്കിവിടെ ലഭിക്കും. റിസ്ക് എടുക്കാൻ തുനിയുന്നവരെ പിന്തിരിപ്പിക്കുക തന്നെയാണ് ഇവരുടെ പ്രധാനമായ ജോലി. ചെറിയ ചെറിയ ഇടത്താവളങ്ങളും പിടിച്ചു കയറാൻ മുളം കൈവരികളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അനായാസമായ വെള്ളച്ചാട്ടത്തിന് മുകളിലെത്താൻ സാധിക്കുമെങ്കിലും വെള്ളച്ചാട്ടത്തിന് താഴെ വന്ന് കാണാൻ കുറച്ച് ശാരീരിക ക്ഷമത കൂടി ആവശ്യമാണ്. ശരീരവും മനസ്സും ഒന്നോടൊന്ന് ചേർന്ന് തീരുമാനിച്ചാൽ അനായാസമായി കൽപ്പടവുകൾ ഇറങ്ങി നിങ്ങൾക്ക് താഴെ എത്താൻ സാധിക്കില്ല എന്നല്ല, എങ്കിലും പ്രായമായവർ ഇറങ്ങുമ്പോൾ കൃത്യമായി ഒന്ന് ശ്രദ്ധിക്കുക. മഴക്കാലത്ത് പോയിരിക്കേണ്ട, ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട വെള്ളച്ചാട്ടമാണിത്. കേരളത്തിൻ്റെ ഏത് മൂലയ്ക്ക് നിന്നും ഒരു ദിവസം യാത്ര ചെയ്താൽ കൃത്യമായി വന്ന് കണ്ട് തിരിച്ചു പോകാൻ സാധിക്കുന്ന ഒരു ദൂരമേ ഉള്ളൂ. ചാലക്കുടി ടൗണിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പ്രൈവറ്റ് ബസ്സിൽ ഒരു 40 രൂപ ടിക്കറ്റ് എടുത്താൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ എൻട്രൻസ് ഫീ വരുന്നത് 50 രൂപയാണ്. കുട്ടികൾക്ക് 10 രൂപ, വിദ്യാർത്ഥികൾക്ക് 15 രൂപ, വീഡിയോ ക്യാമറയ്ക്ക് 400 രൂപ, സ്റ്റിൽ ക്യാമറയാണെങ്കിൽ 60 രൂപ. ഇവിടെ ഫോറസ്റ്റ് അനുവദിച്ചിരിക്കുന്ന വഴിയിൽ നിന്നും വ്യതിചലിച്ച് കാടിനുള്ളിൽ പ്രവേശിക്കുന്ന ശിക്ഷാർഹമാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് 2000 രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ മാത്രമല്ല, 1982 മുതൽ ആതിരപ്പള്ളി ഡാമുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തായാണ് നമ്മളത് കൂടുതലായി കേൾക്കാൻ തുടങ്ങിയതെന്നും മാത്രം. പെരിങ്കൽകുത്ത് ഡാം പോലെ ചാലക്കുടി പുഴയിൽ ഇനിയൊരു ഡാം കൂടി വന്നാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പൂർണ്ണമായും ഇല്ലാതാവും. കൂറ്റൻ പാറ മാത്രമായി ഇത് പിന്നീട് നിലനിൽക്കും. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ഇത് മാറ്റി മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിലും ഊർജ്ജ ഉപഭോഗം ഗണ്യമായി വർദ്ധിക്കുന്നതുകൊണ്ട് വിദൂര സാധ്യതയിലെങ്കിലും ഈ വെള്ളച്ചാട്ടം ഇല്ലാതായേക്കാം. ആതിരപ്പള്ളിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ആതിരപ്പള്ളിയിൽ എടുക്കുന്ന ടിക്കറ്റ് കൊണ്ട് തന്നെ വാഴച്ചാൽ വെള്ളച്ചാട്ടവും കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ടിക്കറ്റ് ചുരുട്ടി വേസ്റ്റ് കൊട്ടയിൽ ഇടാൻ നിൽക്കേണ്ട. ആതിരപ്പള്ളി കൊണ്ട് അതിന്റെ ഉപയോഗം തീരുന്നില്ല. എന്നും വനം വകുപ്പിനോട് ബഹുമാനം തോന്നുന്ന ഒരു കാര്യമുണ്ട്. വനത്തിനുള്ളിലെ എല്ലാ ടൂറിസ്റ്റ് ലൊക്കേഷനുകളിലും കടക്കുമ്പോൾ ഇവർ കൃത്യമായി പറയും, ദയവ് ചെയ്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുതെന്ന്. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. അവിടെവിടെയായി വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ലഘു ഭക്ഷണശാലകളിൽ കൂൾ ഡ്രിങ്ക്സും ചെറു സ്നാക്സും ഒക്കെ അവൈലബിൾ ആണ്. ടോയ്ലറ്റും ഫീഡിംഗ് റൂമും ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സ്വന്തം വാഹനത്തിൽ വരുന്ന എല്ലാവർക്കുമുള്ള ബുദ്ധിമുട്ട് നല്ല ട്രാഫിക് ഉണ്ടാവും എന്നതാണ്. ആ മാർഗം കൂടാതെ 10ഓളം KSRTC ട്രിപ്പുകൾ ചാലക്കുടിയിൽ നിന്ന് ഈ വഴിക്കുണ്ട്. ഇതുകൂടാതെ പ്രൈവറ്റ് ബസ്സുകളുമുണ്ട്.